ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ കണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജിഷ്ണു അതോടെ തന്നെ ഉണ്ടെങ്കിൽ ദേവപ്രിയയുടെയാണ്. ഇതിപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവരുടെ മാരേജ് കഴിഞ്ഞതും അവരുടെ ഫാമിലിയുടെ റെസ്പോണ്ടിനെ പറ്റിയുണ്ടെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിലൊന്നും തെറ്റില്ല. തീർച്ചയായിട്ടും വയസ്സ് വ്യത്യാസമുള്ളവർ കല്യാണം കഴിക്കുന്നത് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അതിലൊന്നും നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടത്തിനാണ് അവർ കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്നതല്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ വിചാരിച്ച് വെച്ചിരിക്കും ഇതാണ് കൊണ്ടുപോയി വളർന്ന് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതല്ല ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് നമുക്കൊന്നൊരു നിലനിൽക്കാൻ കഴിയണം. നമ്മളെ കുറച്ച് പൈസ ഉണ്ടായിരിക്കണം, നമുക്കൊന്ന് നല്ലൊരു ജോലി ഉണ്ടായിരിക്കണം, നമ്മൾ കരിയറിൽ കുറച്ച് നല്ലോണം വരാൻ സാധിക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. എന്ന് വെച്ച് ഇത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇപ്പോൾ ചില സമയങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഉണ്ടെങ്കിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ പോലും ഉണ്ടെങ്കിൽ മാക്സിമം വീട്ടുകാരെ ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാതെ നോക്കേണ്ടത് നമ്മളൊരു ഉത്തരവാദിത്തമാണ്. അവർ മാക്സിമം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. ഫാമിലി എന്ന് പറയുന്നത് രണ്ടുപേര് മാത്രമല്ല, എല്ലാവരും ചേർന്നിട്ടുള്ളത് തന്നെയാണ്. സോ അവരുടെ ഒരു സമ്മതത്തോടെ നോക്കേണ്ടത് വലിയ കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ദേവപ്രിയയുടെ സഹോദരനുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോകാനുള്ളൊരു കാരണം. ആ പോസ്റ്റും ആ കാര്യം എന്തോന്ന് നമുക്ക് നോക്കാവുന്നതാണ്. രംഗത്തെത്തിയത് ദേവപ്രിയയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ്. കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരൻ. ദേവപ്രിയ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഉണ്ടെങ്കിൽ സപ്പോർട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് 19 വയസ്സാണെന്നാണ്. ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് ജിഷ്ണു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ 31 വയസ്സാണ്. സോ ഇത്രയും വയസ്സ് വ്യത്യാസം തന്നെ ഉണ്ട്. ഇതിൽ സഹോദരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഈ പെൺകുട്ടി 17 വയസ്സുള്ളപ്പോഴാണ് ഈ ജിഷ്ണു എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് സഹോദരൻ പറയുന്നത്. ഇത്രയും സ്വഭാവമുള്ള ഒരാളെ ഇതേ കണക്ക് കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ 17 വയസ്സുള്ളൊരു കുട്ടിയെ ഇതേ കണക്ക് പ്രപ്പോസ് ചെയ്യുക എങ്ങനെയാണ് മനസ്സ് വരുന്നത്. ഇതിനെപ്പറ്റിയുള്ള കുടുംബത്തിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ആ സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇത് ഇഷ്ടമില്ലായിരുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് കാരണമാണ് വേറെ ഏതോ കല്യാണത്തിന് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇതേ കണക്ക് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുണ്ടെങ്കിൽ ഈ ബന്ധത്തെ പറ്റി അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ വേണ്ട എന്ന് പലവട്ടം പറഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാരേജിനല്ല ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവൾ നല്ലോണം പഠിച്ചിട്ട് അതിൽ നിന്ന് ജോലിയൊക്കെ കിട്ടിയിട്ട് പൈസയൊക്കെ ആയി നല്ല രീതിയിൽ അവൾക്ക് നിൽക്കാൻ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം വിവാഹം മതി എന്നായിരുന്നു ഞങ്ങളെ തീരുമാനം. പക്ഷേ ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ ജിഷ്ണു എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യുക, അതിന് അവൾ സമ്മതിക്കുകയൊക്കെ ചെയ്തത്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പറയാതാണ് ഇതേ കണക്ക് ഒളിച്ചോടി കല്യാണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റെന്ന് തന്നെ പറയും. തീർച്ചയായിട്ടും നമ്മളെ പേരൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമെന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെ. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാളെ പോകുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫാമിലി ചെയ്തത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വയസ്സ് വ്യത്യാസത്തിൽ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരുന്നാലും സമ്മതിക്കത്തില്ല. ആദ്യമേ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കുടുംബക്കാർ പറഞ്ഞാണ് ഇതേ കണക്ക് പറ്റത്തില്ല, നീ വേറെ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ പഠിത്തം കഴിയട്ടെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ദേവപ്രിയ കേട്ടില്ല. അതിന് ശേഷമാണ് ഇവർ അമ്മ ഒരു തീരുമാനം എടുത്തിട്ട് ഇതേ കണക്ക് ഓടി കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ ആ കുടുംബത്തെ തന്നെ ഭയങ്കരമായിട്ടുള്ള അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സഹോദരനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് ഇതിനകത്തുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, ഇനി അവളുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നാലും ശരി ഞങ്ങൾ തലയിടത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു ദേഷ്യപ്പുറത്താണ് ഇദ്ദേഹത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഭാവിയിൽ എന്തെങ്കിലും ഒരു സഹായം, എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതായിരിക്കും. അതിലൊരു മാറ്റമില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ മെയിനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ അല്ലെങ്കിൽ ആൾക്കാർ നാണം കിടുമോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. അവർക്ക് എന്തുവാണെന്ന് ഇഷ്ടം അതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയൊരു ഏജ് ഗ്യാപ്പൊക്കെ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് കണക്ക് ഫാമിലി സമ്മതിക്കത്തില്ല. അത് നോർമലാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചെന്ന് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിന് പകരം കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കേണ്ടതാണ്. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഉടനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇന്ന് കല്യാണം കഴിക്കുന്നത് അത്ര കറക്റ്റായുള്ള കാര്യമല്ല. അതേ കണക്ക് സഹോദരൻ പറയുന്നുണ്ട് ഇതേ കണക്ക് ഞങ്ങളുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇത് ശരിയാവത്തില്ല, ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊന്നും അത് സമ്മതിച്ചൊന്നുമില്ലെന്നാണ് പറയുന്നത്.
ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ഒരു അപ്രോച്ച് നടത്തിയിരിക്കുകയാണ്. ഇത് കണക്ക് സഹോദരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊന്നും പോയിട്ടില്ല, സാധാരണ രീതിയിൽ സംസാരിച്ചാണ്, ഇത് ശരിയാവത്തില്ല, അവരുടെ വയസ്സ് വ്യത്യാസം നോക്കുക, അതോടെ തന്നെ പെൺകുട്ടി കൊണ്ടുപോയി ഒരു ജോലിയോ അല്ലെങ്കിൽ പഠിത്തമൊന്നും പൂർത്തിയാക്കിയിട്ടില്ല, അങ്ങനത്തെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമല്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉണ്ടെങ്കിൽ ആ ഫാമിലി ഒന്നും വില വെച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് കണക്ക് പഠിക്കാൻ പോകുന്നു പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത്. അതിനൊക്കെ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇത് കണക്കൊണ്ട് ഈ ഫാമിലി ഈ വിവരത്തെ പറ്റി അറിയുന്നത്. സോ ഇത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു അടിയെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും വരാം, ഈ കല്യാണം കഴിക്കുന്നതൊന്നും തെറ്റല്ലല്ലോ, ഇതേ കണക്ക് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കല്യാണം കഴിക്കട്ടെ, അവർക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും വന്നില്ലെങ്കിൽ അതിൽ നല്ല കാര്യം, തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്, നമ്മളെ പാർട്ട്ണറിൻ്റെ കൂടെ, നമുക്ക് ആരെ വേണം എങ്ങനത്തെ ഉള്ളവരുടെ കൂടെ ജീവിക്കണമെന്നുള്ളതൊക്കെ നമ്മളിഷ്ടമാണ്, തീർച്ചയായിട്ടും അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യും. ഇപ്പോഴേ ഉടനെ എല്ലാം മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ കല്യാണം കഴിക്കാതെ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് തന്നെയാണ് എല്ലാ ഡിവോഴ്സൊക്കെ നടക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിന് പകരം ഇതേ കണക്കുണ്ടെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ കല്യാണം നടത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. അതല്ലാതെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ലവ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ ഇവർ പിരിയാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇതേ സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അപ്പം കല്യാണം കഴിക്കായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് നല്ലൊരു ജോലിയും കിട്ടിയേനെ, ആ സമയത്ത് രണ്ടുപേരും സ്റ്റേബിളായിട്ട് നല്ല രീതിയിൽ പോയേനെ. അതുപോലെ തന്നെ ഈ പയ്യനുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേപോലത്തുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ സഹോദരൻ മെയിനായിട്ട് പറയുന്നത് ഈ 17-ാം വയസ്സിലാണ് ഈ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു മെൻറ്റാലിറ്റി എന്തോന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഉള്ളൊരു പ്രായത്തിലെ പെൺകുട്ടിയോട് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടിയായിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് സഹോദരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലുണ്ടെങ്കിൽ മെയിനായിട്ട് ദേവപ്രിയ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കാണുന്നത് തന്നെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ അവർ നല്ല സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വേവിൽ എന്ത് ഒന്നാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ കല്യാണത്തിൽ നിന്നുള്ളൊരു തീരുമാനം എടുത്തതെന്നാണ് ഇത് കണക്ക് ദേവപ്രിയ പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് ഇവർ മനസ്സിലാക്കി അങ്ങനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതേ കണക്ക് കല്യാണം നടത്തിയത് അത്ര ശരിയാവത്തില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് പേര് ഇതേ കണക്കുണ്ടെങ്കിൽ കല്യാണം പെട്ടെന്ന് കഴിയുകയും അത് വീഡിയോ ആക്കി എടുത്തതിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ലൈഫ് മൊത്തം കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. സോ എന്തായിരുന്നാലും ശരി, ഇവരുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു വിഷമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു കാര്യം അല്ലെങ്കിൽ ഇവരൊന്നും അറിയിക്കാതെ പോലെയാണ് പെട്ടെന്നുണ്ടെങ്കിൽ കല്യാണം നടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ പോസ്റ്റൊക്കെ വെളിയിൽ വന്നതിന് ശേഷമാണ് ഈ ഫാമിലി തന്നെ അറിയുന്ന ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞെന്നുള്ള കാര്യം അറിയുമ്പോൾ ഉള്ള ഒരു കുടുംബത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത് തന്നെയായിരിക്കും. അത് നമുക്ക് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ അതിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബം നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കുമ്പോൾ അവർക്കൊന്നും ഓരോ സ്വപ്നങ്ങൾ കാണും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരു മാരേജ് എന്നൊക്കെ പറയുന്നതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെയിരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ അതെന്നൊക്കെ പറയുന്നത് ചുമ്മാ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചും കണ്ടും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇതിനെല്ലാം ശേഷം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ എന്തുകൊണ്ട് നടന്ന സംഭവങ്ങളോ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി വീട്ടുകാരെ അറിയിച്ചെങ്കിലും സമ്മതിച്ചിരുന്നില്ല. ഇതിനു പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. തങ്ങൾക്കിടയിലുള്ള പ്രായ വ്യത്യാസത്തെപ്പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണിതെന്നും വിശദീകരിക്കുന്നു. വിവാഹം തന്നെ ഇപ്പോൾ ഇത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് കണക്ക് ഒരുപാട് പീഡനം അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടോ വീട്ടിൽ നിന്ന് സഹിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് എന്തോ കാര്യമൊന്നും മനസ്സിലാക്കി. ഇത്രയും പ്രായം കൂടിയുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാർ സമ്മതിക്കത്തില്ല. കുറച്ച് പ്രഷർ ചെയ്യുക അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും നിന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള രീതിയിൽ വീട്ടുകാർ പല കാര്യങ്ങളും ട്രൈ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഓരോ ഫാമിലി വരുന്ന ഓരോരുത്തരും ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ഇത് കണക്ക് ഇവർ തീരുമാനം എടുത്തത്. എന്നാൽ പോലും ഇതൊക്കെ ഫാമിലി നോർമലായിട്ടാണ് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെ ഫാമിലിയിലായിരുന്നാലും ശരി, ആരെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചാടാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ നമുക്കത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് പെൺകുട്ടി ഉണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതമാണ് മുന്നിൽ ഉള്ളതെന്നുള്ളൊരു തീരുമാനം അവർ രണ്ടുപേരും ചേർന്ന് എടുത്തതാണ്. അതിലൂടെ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്കുണ്ടെങ്കിൽ അഭിനന്ദനം പറയാം. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ കാര്യം തീർച്ചയായിട്ടും നോക്കണം. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടം മാത്രം എപ്പോഴും നോക്കുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യം കൂടിയല്ല. ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയ മുഴുവനും പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് സഹോദരൻ്റെ ട്വീറ്റിനെ കുറിച്ചുള്ള എല്ലാ സംസാരവും ഉണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേ സമയത്തുണ്ടെങ്കിൽ സഹോദരി ഇട്ട പോസ്റ്റിനെ കുറിച്ചും ആൾക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഫാമിലിക്കായിരുന്നാലും ശരി, പെൺകുട്ടിക്കോ പയ്യനും നല്ലത് തന്നെ വരട്ടെ. ചുമ്മാ തന്നെ ഇതേ കണക്ക് വാടി ഉണ്ടാക്കി
ജീവിതകാലം മുഴുവനും പോകുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് അത് നല്ലത് തന്നെയായിരിക്കും. ഇനി അത് അവരുടെ ജീവിതം തന്നെയാണ്, നല്ല രീതിയിൽ പോകാൻ വേണ്ടി നിൽക്കട്ടെ. ഇപ്പോൾ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്ത് വന്നാലും തിരിഞ്ഞ് നോക്കത്തില്ലെന്ന്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇനിയുണ്ടെങ്കിൽ ഫാമിലി തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കേണ്ടത്. എന്ത് കാര്യത്തിന് കൂടെ ഉണ്ടാകുകയും വേണം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം കൂടി. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.